വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്ത 67 മൃതദേഹങ്ങളുടെ സംസ്കാരം അല്പസമയത്തിനകം പുത്തുമലയിൽ. സംസ്കാരം സർവമത പ്രാർത്ഥനയോടെയാണ്. PV ജോഷില ചേരുകയാണ്. ജോഷില, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായി ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഏകദേശം 9 മൃതദേഹങ്ങളോളം അല്ലെങ്കിൽ 8-9 മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ 6:30 അല്ലെങ്കിൽ 7 മണിയോടുകൂടി സംസ്കരിക്കും എന്നുള്ളതാണ്. 6:30ക്കാണ് മേപ്പാടിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങുക. ഈ ഒരു സാഹചര്യത്തിൽ 25 കുഴികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ പുത്തൂർമല ദുരന്തം നടന്ന ആ ഒരു സ്ഥലത്താണ് സംസ്കാരം നടക്കുന്നത്. ഇതിന്റെ നേരെ എതിർവശത്തുള്ള സ്ഥലത്താണ് സംസ്കാരം നടക്കുന്നത്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ ഭൂമിയിലാണ്, 64 സെന്റ് ഭൂമിയിലാണ് സംസ്കാരം നടക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം, അതിന്റെ മറ്റൊരു ദുഃഖകരമായ ഏറ്റവും വിഷമമാർന്ന ഒരു സാഹചര്യം കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റൊരു ചടങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോവുകയാണ്. ഏകദേശം 6:30 ഈ മൃതദേഹങ്ങളുമായുള്ള വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരും. അതിനുശേഷം സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ, പിന്നീട് ബന്ധുക്കൾക്കടക്കം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ, മാനസികമായി അവരെ തളർത്താത്ത രീതിയിൽ ഒക്കെ തന്നെ ആയിരിക്കണം സംസ്കാര ചടങ്ങ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ചടങ്ങുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇവിടെ അത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ആളുകളെ കാണാതായ, നഷ്ടപ്പെട്ട് എന്ന് കരുതുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധു ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മാനസികമായ ഒരു പ്രശ്നം അതൊക്കെ തന്നെ പരിഹരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല മൃതദേഹം ഇത്രയധികം ദിവസം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായ കാര്യമല്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം അധികൃതർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കണം എന്നുള്ളതും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 2272 പ്രകാരം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 100ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു അടിയന്തരമായി സർക്കാർ ഉത്തരവിറക്കിയത്. ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ 27ഓളം മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. മാത്രമല്ല 47ലധികം മൃതദേഹ ഭാഗങ്ങളും, അതായത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അത്രത്തോളം ഉണ്ട്. ആ ഭാഗങ്ങളടക്കം സംസ്കരിക്കും ഇന്ന് എന്നുള്ളതായിരുന്നു നേരത്തെ ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോൾ ആ ഒരു വിവരം അല്ല ലഭിക്കുന്നത്. 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏകദേശം 7 മണിയോട് കൂടി തുടങ്ങുകയും അതിനുശേഷമായിരിക്കും പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അസിത, നൽകിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത ആളുകളുടെ സംസ്കാരം, കൂട്ടസംസ്കാരമാണ് ഇപ്പോൾ പുത്തുമലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ജോഷില നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോഷില, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രിതല സംഘം ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്, പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരെ തിരഞ്ഞു ബന്ധുക്കൾ വരികയാണെങ്കിൽ അവരെ പിന്നീട് തിരിച്ചറിയാൻ പാകത്തിൽ DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. ആ നിലയിലാണല്ലോ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് പോയിരിക്കുന്നത്, അല്ലേ ജോഷില? അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് സർവമത പ്രാർത്ഥനയോടുകൂടി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിലാണ് കുഴികൾ, സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ചേർന്ന് ഈ കുഴികളൊക്കെ എടുത്തിട്ടുള്ളത്. 25ഓളം കുഴികൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിന് മേലെ സർവമത പ്രാർത്ഥനയ്ക്കായുള്ള ഓരോ സ്റ്റേജ് രീതിയിലുള്ള കാര്യങ്ങളും ഒരുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് പിന്നീട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് മാറരുത്, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളത് കൊണ്ടാണ് വിശ്വാസികളായ ആളുകൾക്കടക്കം ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിലേക്ക് മാറരുത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ തീരുമാനം അധികൃതർ കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. DNA സാമ്പിൾ അടക്കം എടുത്തിട്ടുണ്ട്. പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് ആദ്യം തന്നെ മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അടക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ
ഉള്ള ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൂട്ട സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് അധികൃതർ എത്തിച്ചേർന്നത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്രയേറെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് തന്നെ ഒരു അപ്രായോഗികമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം, കൂട്ട സംസ്കാരം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ മാത്രമാണ് പലരുടെയും ലഭ്യമായിട്ടുള്ളത്. അത് ആരെന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ബന്ധുക്കളെ അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ മൃതദേഹം തിരിച്ചറിയാൻ വന്നവരുടെ ഒരു മാനസികാവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇനിയും അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കില്ല. കാരണം അതിജീവനത്തിന്റെ പാതയിലാണ് അവർ. എന്തായാലും ദുരന്തം സംഭവിച്ചു. ഇനി ബാക്കിയുള്ളവരെ അതിജീവിപ്പിക്കേണ്ട, പുനരധിവസിപ്പിക്കേണ്ട ഒക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അവരെ വീണ്ടും വീണ്ടും മാനസികമായി തളർത്തുക എന്നുള്ളതല്ല, പകരം അവർക്ക് കൗൺസിലിംഗ് അടക്കം നൽകിക്കൊണ്ട് അവരെ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പുകളിലടക്കം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അവരെ കൗൺസിലിംഗിന് ശേഷം അവർ പഴയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അവരെ ഇതിന് അതായത് ഇതൊക്കെ താങ്ങാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടായതിനു ശേഷം അവരോട് ഈ ഒരു രീതിയിൽ സംസ്കരിച്ച മൃതദേഹങ്ങളിൽ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാനായി DNA പരിശോധനയ്ക്ക് അടക്കം അവരെ വിധേയമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി സർക്കാരിന്റെ അടക്കം അധികൃതരുടെ അടക്കം മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു രീതിയിലും അവരെ വീണ്ടും വിളിക്കുക അല്ലെങ്കിൽ പിന്നിലേക്ക് കൊണ്ടുപോകുക, ദുരന്തമുഖത്തേക്ക് തന്നെ ഓർമ്മകളെ കൊണ്ടുപോയി വീണ്ടും ആ ഒരു ദുഃഖകരമായ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല രീതി. അതിന് മറിച്ച് ഇപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഉള്ളത്. എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുക എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കൂട്ട സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. ഒരുപാട് മൃതദേഹങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. അത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടേക്ക് എത്തിച്ചേർന്നവർ തങ്ങൾക്ക് വീടുകളിൽ ഒരുപാട് പേർ 11 പേരടക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് തങ്ങളുടെ ബന്ധുക്കൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു മാനസികമായ വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും ബന്ധുക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരുമുണ്ട്. ഏറ്റവും വേദനാജനകവും ദുഃഖാർത്ഥമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, PV ജോഷില തുടരുക. വയനാട്ടിൽ ഇപ്പോൾ ദുരന്തത്തിൽ ഇരയായവർ, അതിൽ തിരിച്ചറിയാനാകാത്ത ആളുകളുടെ കൂട്ട സംസ്കാരമാണ് പുത്തുമലയിലെ ഹാരിസൺസിന്റെ എസ്റ്റേറ്റിൽ നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. അവരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഒരുപാട് തവണ കേട്ടത്. പല ആളുകളിൽ നിന്നും ആ നാട്ടിലെ ആളുകളുടെ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അവർ അതുപോലെ തന്നെ ഒരുമിച്ച് ആ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവരിൽ ആരെയും തിരിച്ചറിയാനായിട്ടില്ല. അവരുടെ ജാതി ഏത്, മതം ഏത്, മറ്റൊരു കാര്യവും സാധാരണഗതിയിൽ മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആക്ഷേപം ഉണ്ടാകാതിരിക്കാൻ, പരാതികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സംസ്കാരത്തിന് മുന്നോടിയായി സർവ്വമത പ്രാർത്ഥന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോട് കൂടിയാണ് അവിടെ ഇപ്പോൾ മൃതദേഹങ്ങളുടെ സംസ്കാരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. PV ജോഷിലയാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോഷില, ഇപ്പോൾ 6:15 സമയം. ജോഷില അല്പം മുമ്പ് സംസാരിച്ചത് പ്രകാരം 6:30 കൂടിയാണ് ഈ സംസ്കാരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക? അത്തരം നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയാണ് ജോഷില ശേഷിക്കുന്നത്? അസിത, ഏകദേശം 6:30 കൂടിയാണ് മേപ്പാടിയിൽ നിന്നും മൃതദേഹം അടങ്ങുന്ന വാഹനം പുറപ്പെടുക. അതിനൊപ്പം തന്നെയായിരിക്കും അധികൃതരും ഉണ്ടാവുക, ജില്ലാ ഭരണാധികാരികളും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം മേപ്പാടിയിൽ നിന്നും ഇവിടെ എത്താനുള്ള ഒരു അരമണിക്കൂർ നേരം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ 45 മിനിറ്റോളം കഴിഞ്ഞാൽ ഏകദേശം 7 മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതുപോലെ തന്നെ രാത്രിയോടെ എടുക്കുമ്പോൾ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇന്ന് അധികം മഴ പെയ്തിട്ടില്ല ഈ ഭാഗങ്ങളിൽ. എന്നാൽ രാത്രിയോടുകൂടി മഴ പെയ്യുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നിയമ നടപടികളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട്
പിന്നീട് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതും ഇതിൽ മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ അടക്കം ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അത് പിന്നീട് തിരിച്ചറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൂട്ട സംസ്കാരം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ആ കൂട്ട സംസ്കാരം ആളുകളെ അല്ലെങ്കിൽ ബന്ധുക്കളെ വിഷമിപ്പിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സർവ്വമത പ്രാർത്ഥനയടക്കം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ബന്ധുക്കൾ ചില ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ആരാണെന്ന് തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ ആണ് ഇവിടെ സംസ്കരിക്കുന്നത്. മൃതശരീരങ്ങളുടെ ഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. എന്നാൽ പോലും കാണാതായവരുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കൾ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഇനി പൂർത്തിയാക്കാനുണ്ടോ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. ജോഷില അത് മുൻപ് പറഞ്ഞു, പക്ഷെ അതിലൊരു ശബ്ദത്തിലൊരു അവ്യക്തത ഉണ്ടായി. അതുകൊണ്ടാണ് നടപടിക്രമം ഏതെങ്കിലും പൂർത്തിയാക്കാനുണ്ടോ? ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്നുള്ളത് അത് അധികൃതർ അവിടെ നിന്നും ണ്ട്. എന്നാൽ അതുകൊണ്ടാണോ വൈകുന്നത് എന്നുള്ള ഒരു സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വലിയ ഒരു രീതിയിലേക്ക് ചർച്ചാ വിഷയമായി മാറരുത്. അതുമാത്രമല്ല ബന്ധുക്കളെ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർവ്വമത പ്രാർത്ഥനയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 6:30 മേപ്പാടിയിൽ നിന്നും മൃതശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, ജോഷില പറയുന്നത് പ്രകാരം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. പുത്തുമലയിലാണ് ഇത്തരത്തിൽ കൂട്ടസംസ്കാരത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ മേപ്പാടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിക്കും. അതിനുശേഷം സംസ്കാര ചടങ്ങിലേക്ക് കടക്കും. സർവ്വമത പ്രാർത്ഥനയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ്. പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾക്ക് അവരിലേക്ക് എത്താൻ സാധിച്ചാൽ അപ്പോൾ അവരുടെ മൃതശരീരത്തിന് വേണ്ട നിലയിലുള്ള ആദരവ് നൽകിയില്ല എന്നുള്ള പരാതി പിന്നീട് ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ ഇപ്പോൾ സർവ്വമത പ്രാർത്ഥന നടക്കുന്നത്. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള തരത്തിലാണ് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ളതിൻ്റെ ഭാഗമായാണോ അല്പം താമസം? എന്തുകൊണ്ടാണ് ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിൽ അല്പം താമസമുണ്ട്? അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപക്ഷെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം എന്നാണ് കരുതുകയും ചെയ്യുന്നത്. പി വി ജോഷിലിയാണ് തത്സമയ വിവരങ്ങൾ നൽകുന്നത്.